നമസ്കാരം. ദില്ലി തിരഞ്ഞെടുപ്പ് തീയതി അടുത്തുവരുംതോറും അഴിമതി ആരോപണം ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് അരവിന്ദ് കെജ്രിവാളിന് പ്രധാന എതിരാളികളായ BJPയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും നേരിടേണ്ടി വരുന്നത്. ഇത്തരം ആരോപണങ്ങളെ നേരിട്ട് പ്രതിരോധത്തിലായിരിക്കുകയാണ് കേജ്രിവാൾ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ആരോപണങ്ങളെ മറികടന്ന് എങ്ങനെ ഭരണം നിലനിർത്താൻ സാധിക്കും എന്ന ഒരു ചിന്തയിലും ആശങ്കയിലുമാണ് അരവിന്ദ് കെജ്രിവാൾ. ഈ സമയത്താണ് സ്വന്തം പാർട്ടി MP പോലും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇന്ന് തിരിഞ്ഞിരിക്കുന്നത്. ഇത് വെറുതെ ഒരു തിരിയൽ മാത്രമല്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട്ടിന് മുന്നിൽ സ്വന്തം MP-യുടെ നേതൃത്വത്തിൽ, രാജ്യസഭാ MP-യുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് ദില്ലി സാക്ഷ്യം വഹിച്ചത്. അത് വെറും പ്രതിഷേധമല്ല, മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ വീടിന് മുന്നിൽ, അതായത് ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ വീടിന് മുന്നിൽ 3 ലോഡ് മാലിന്യം തള്ളിക്കൊണ്ടാണ് ഈ പ്രതിഷേധം നടന്നത്. ദില്ലി ആകെ മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും ഇതിനെതിരെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും ആരോപിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ തന്നെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയുടെ തന്നെ രാജ്യസഭാ MP സ്വാതി മാലിവാളിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വലിയ പ്രതിഷേധം നടന്നത്. ദില്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച 3 ലോഡ് മാലിന്യങ്ങൾ ട്രക്കുകളിൽ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ചെറിയ പിക്കപ്പ് വാനുകളിൽ കൊണ്ടുവന്നാണ് മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ വീടിന് മുന്നിൽ കൊണ്ട് തള്ളിയത് എന്നതാണ് ശ്രദ്ധേയം. മാലിന്യം കൊണ്ടുവന്ന 3 പിക്കപ്പ് വാനുകളിൽ ഒന്നിൽ തന്നെയാണ് സ്വാതി മാലിവാളും ആ പ്രദേശത്തേക്ക് എത്തിയത്. ധാരാളം സ്ത്രീകളടക്കം ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെതിരെയും ദില്ലി സർക്കാരിനെതിരെയും പ്ലക്കാർഡുകളും ഏന്തിയാണ് സ്ത്രീകൾ ഈ മാലിന്യ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. തുടർന്ന് ഈ പിക്കപ്പ് വാനുകളിൽ ഉണ്ടായിരുന്ന മാലിന്യം മുഴുവൻ ഈ വീടിന് മുന്നിൽ തള്ളുകയാണ് ചെയ്തത്. സ്വാതി മാലിവാൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന വ്യക്തിയാണ്. അതായത് ആം ആദ്മി പാർട്ടി രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ചില സിവിൽ സംഘടനകൾ, NGOകളുമൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം മുതൽ തന്നെ, അതായത് വർഷങ്ങൾ പഴക്കമുണ്ട് സ്വാതി മാലിവാളും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അതിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അരവിന്ദ് കെജ്രിവാളും സ്വാതി മാലിവാളും. ഈ സ്വാതി മാലിവാൾ പിന്നീട് ആം ആദ്മി പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം നിർണായകമായ ചില സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. ഇപ്പോൾ രാജ്യസഭാ MP ആണ്. ചില സാഹചര്യങ്ങളെ തുടർന്ന് രാജ്യസഭാ MP സ്ഥാനം രാജിവെക്കാൻ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടതോടുകൂടിയാണ് അരവിന്ദ് കെജ്രിവാളും സ്വാതി മാലിവാളും തമ്മിൽ തെറ്റുന്നത്. പിന്നീട് സ്വാതി മാലിവാൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കടുത്ത വിമർശകയായി മാറുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരിലുള്ള ദില്ലി മദ്യനയ അഴിമതി കേസ് സുപ്രീം കോടതിയിൽ വാദിക്കുന്ന ഒരു അഭിഭാഷകന് വേണ്ടി ഈ രാജ്യസഭാ MP സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഉറ്റ സുഹൃത്തായിരുന്ന സ്വാതി മാലിവാൾ പിരിഞ്ഞു എന്നത് വസ്തുതയാണ്. പക്ഷേ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇത്ര വലിയ ഒരു ജനകീയ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ നാണം കെടുത്തുന്ന വിധത്തിലുള്ള ഒരു പ്രതിഷേധ സമരം നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ വീടിന് മുന്നിൽ ഇത്തരത്തിലൊരു സമരം നടത്തിയ സ്വാതി മാലിവാളിനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തനിക്കെതിരെ ഒരു FIR ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് സ്വാതി മാലിവാൾ പിന്നീട് അറിയിക്കുകയാണ് ചെയ്തത്. അതായത് ദില്ലി നഗരം മുഴുവൻ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും മാലിന്യമാണ്. എന്നാൽ ഈ പ്രശ്നത്തിനെതിരെ സർക്കാർ കണ്ണടയ്ക്കുകയാണ്. സർക്കാർ വെറും നോക്കുകുത്തിയായി മാറുകയാണ്. അരവിന്ദ് കെജ്രിവാളിന് ഈ പ്രശ്നത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ദില്ലിയിലെ ജനങ്ങൾ ഈ മാലിന്യം കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് ഈ പ്രശ്നങ്ങളൊന്നും അറിയില്ല. മാലിന്യം കുന്നുകൂടിയാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറിയിക്കുക കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു സമരത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്ന് പിന്നീട് സ്വാതി മാലിവാൾ വാർത്താലേഖകരോട് പറഞ്ഞു. എന്തായാലും ഈ പ്രതിഷേധ സമരം അക്ഷരാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. Iron Build, Gujarat.